ഹായ്, കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പ് ഒരു വീഡിയോ കാണാനിടയായി. വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഷെഫീനത്തയുടെ വീട്ടിൽ നെജില ഷാൻ എന്ന വ്യക്തി അതിക്രമിച്ച് കയറിയ ഒരു വീഡിയോ ആയിരുന്നു. അവർ തന്നെയാണ്, നെജില എന്ന വ്യക്തി തന്നെയാണ് അവരുടെ ചാനലിൽ ആ ഒരു വീഡിയോ ഇട്ടേക്കുന്നത്. എന്തായാലും ആ വീഡിയോയുടെ കുറച്ച് ഭാഗങ്ങൾ നമുക്കൊന്ന് കണ്ടു നോക്കാം. ഗ്യാസ് പ്ലാന്റ് ആണ്, ഷാനവാസിന്റെ വീടാണ്. നിങ്ങളുടെ അമ്മ സുൽഫത്താണ് സിറ്റ് ഔട്ടിൽ നിൽക്കുന്നത്. സുൽഫത്താണ് സിറ്റ് ഔട്ടിൽ നിൽക്കുന്നത്. ഷെബീനാണ്, അതായത് ചെവിയും കേൾക്കൂല. നിന്റെ ഉമ്മയാണ് സംസാരിക്കുന്നത്. നിന്റെ ഉമ്മക്ക് ചെവിയും കേൾക്കുകയില്ല, നല്ലോണം പറയുകയില്ല. സ്വന്തം മോളെ കുറിച്ച് ഒരു ഉമ്മമാരും കുറ്റം പറയുന്നതല്ല. നിന്റെ ഉമ്മ കുറെ മാന്യമായ രീതിയിൽ നമ്മൾ കയറി ഇരുന്ന് സംസാരിച്ചു നോക്കി. നിന്റെ നാടാണ്, നിന്റെ നാട്ടിലെ ഓരോരുത്തരുടെ വീട്ടിൽ നമ്മൾ കയറി സംസാരിച്ചു. ഒരുപാട് പിള്ളേരെ കുറിച്ച് പോലീസ് കേസും ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ നിന്റെ നാടാണിത്. കണ്ട, നമുക്ക് ബാക്കി അവിടെ പൈസക്കൊന്നും ഉണ്ടാക്കിയ ബാത്റൂമിന്റെ ഡോറ് കണ്ട, അപ്പുറത്ത് കോഴി ഫാമ. അപ്പൊ നമുക്ക് കൂട്ടിട്ട് വിളിക്കാൻ ചെറിയ കണ്ട, ഇത് കാണെങ്കിലും എടുപ്പിക്കാത്തണ്ട. നാട്ടിലെ ബാത്റൂമിനെ പറ്റിയും പോത്തിന്റെ വീഡിയോ ഇടും. ഇത് പോത്തിനെ പോലും കുളിപ്പിക്കാൻ കൊള്ളില്ലല്ലോ ഇവിടെ. കണ്ടായി, നീ കേസ് കൊടുക്കണം. നീ എന്റെ വീട് വന്ന് വീഡിയോ പിടിച്ചിട്ടണ്ട. ഒരു അടുക്കളയ്ക്ക് കഥ പോലും ഇല്ല. കണ്ട, ഒരു അടുക്കളയ്ക്ക് കഥ പോലും ഇല്ല. ഇതാണ് നമ്മുടെ ചെപ്പീനാരെ വീട്. ഇക്ക, നമ്മുടെ വണ്ടി കിടക്കണണ്ട, നമ്മുടെ വണ്ടി. ഇതാണ് നമ്മുടെ ചെപ്പീനാരെ. ഇടുക്ക് വഴി റോഡ് വന്നിട്ട് വീണ്ടും ക്രോസ് ചെയ്ത് പുറത്തോട്ട് ഇറങ്ങണം. അതൊരു കഷ്ടിയൊരു വണ്ടി വരും. നാട്ടുകാരെ കുറ്റം പറഞ്ഞ് രേണുസൂരിനെ അവരെയൊക്കെ കുറ്റം പറഞ്ഞ് ബൾബ് കിടക്കണണ്ട. കണ്ട, അടുപ്പം കൊണ്ട് കഞ്ഞിയൊക്കെ വെച്ച് കുടിക്കാൻ കേട്ടോ. ഇത് കാണിച്ചു കൊടുത്താൽ ഇതാണ് നമ്മുടെ ചെപ്പീനാരെ വീട്. എടി, നീ മറ്റേ ബാത്റൂമിന്റെ ഡോറിനകത്ത് മാറ്റം വെച്ചിട്ടണ്ട. ഇതാണ് നമ്മുടെ ചെപ്പീനാരെ വീട്. എടി, ലോകത്തുള്ള ആൾക്കാരെ മൊത്തം നീ കുറ്റം പറഞ്ഞു. കിണറുണ്ടായിരിക്കണം കുടിവെള്ളം. ഈ നാട്ടുകാരെ മൊത്തം ക്യാമറയിൽ ഒപ്പിയെടുക്കുന്നില്ലേ? നിന്നെ ഞാൻ വേണ്ടാന്ന് വെച്ചത് കൊണ്ടാണെന്നറിയാമോ? നീ കൊടുത്ത കേസ് നീ കൊടുക്കണം. ഞാൻ ഷാനും ഒത്തൊരുമിച്ചിരിക്കുകയല്ല ജീവിതത്തിൽ. നീ ഒരു വണ്ടിയും കൊണ്ട്, ഒരു ഡ്രൈവറേയും കൊണ്ട് നീ പാലപ്പനി നടന്ന് വെല്ലുവിളികളൂ. നീ അങ്ങനെ ചെയ്യുന്നു, നീ അങ്ങനെ ചെയ്യുന്നു. നിന്റെ വീട്ടിൽ വരും വാടി. നിന്റെ വീട്ടിന്റെ ഫ്രണ്ടിലാണ് നിൽക്കണം. ഇവിടെ വല്ല ആൾതാമസം ഉണ്ടായി. ഷാനയും തൊട്ട് കളിക്കരുതെന്ന് നീ പറഞ്ഞ നമ്മൾ നീ വിളിക്കുന്നത് അവർക്ക് കിടക്കാനും ഉണ്ട്. അപ്പോൾ ആ വീഡിയോ നിങ്ങൾ കണ്ടല്ലോ. വീഡിയോ കണ്ടിട്ട് എന്താണ് അഭിപ്രായം എന്ന് നിങ്ങൾ എന്തായാലും കമൻറ്റ് മുഖേന അറിയിക്കുക. അപ്പോൾ ഈ വീഡിയോനെ പറ്റിയിട്ട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. കാരണം ഒരു നാലാളി, ഷെഫീനത്തെ പറയുന്നതിൽ ഒരു തെറ്റുമില്ല. നാലാളി എന്ന സ്ത്രീയാണ്. കാരണം 4 ഭർത്താക്കന്മാർ, 3 എണ്ണത്തിനെ തികയാണ്ട് 4ാമത് ഒരാളെ ഇപ്പം വിവാഹം കഴിച്ചെന്നൊന്നും നമുക്കറിയില്ല. പബ്ലിക്കിൻ്റെ മുന്നിൽ അവരങ്ങനെയാണ് പറഞ്ഞേക്കുന്നത്. അവർക്ക് അയാൾക്കൊരു ഭാര്യയും ഒരു കുഞ്ഞുണ്ട്. അപ്പോൾ ആ ഒരു ഇതിൽ ഇവള് ഭാര്യയാണെന്നൊന്നും പറയാൻ പറ്റില്ല, വെപ്പാട്ടി എന്നൊക്കെ പറയാൻ പറ്റുള്ളൂ നമുക്ക്. അതവിടെ നിൽക്കട്ടെ. അപ്പോൾ ഈ ഒരു സ്ത്രീ ഗുണ്ടാവിളയാട്ടമാണ് ഇപ്പോൾ കാണിച്ചിരിക്കുന്നത്. ഈ വീഡിയോയിൽ കണ്ട പോലെ, വീഡിയോ എന്ന് പറഞ്ഞാൽ 10-30 മിനിറ്റുള്ള വീഡിയോ ആണ്. പക്ഷെ ഞാനത് കട്ട് ചെയ്തിട്ട് കുറച്ച് ഭാഗങ്ങൾ മാത്രമാണ് ഇതിൽ വെച്ചത്. അവരാദ്യം അവരുടെ ആങ്ങളുടെ വീട്ടിലാണ് പോയത്. ആങ്ങളെ ഉണ്ടായില്ല എന്നാണ്. കാരണം ആണുങ്ങളുള്ള വീട്ടിലെങ്ങാനാണെങ്കിൽ അവളുടെ മുഖം അടിച്ചു പരത്തി വിട്ടാനായിരുന്നു. ആണുങ്ങളില്ല, അവളുടെ ഉമ്മയാണ് അവിടെ ഉണ്ടായത്. കാരണം അവരൊരു സാധുവായ സ്ത്രീയാണ്. അവരുടെ വീട്ടിൽ പോയിരുന്നിട്ട് അവരായിട്ടുള്ള വീഡിയോ വന്നിട്ടില്ല. പക്ഷേ അവരെ വേണ്ടാത്ത തരത്തിൽ അവൾ അപമര്യാദയായി സംസാരിക്കുന്നുണ്ട്. കാരണം അതിൽ ആ ഉമ്മനെ പറ്റി പറയുന്നത് ചെവിട് കേൾക്കാത്തൊരു സ്ത്രീ എന്നാണ് പറയുന്നത്. ആ ഒരു പ്രായമായ സ്ത്രീയെ ചെവിട് കേൾക്കാത്തതും കാല് വരാത്തതും കൈ വരാത്തതും എല്ലാനും പടച്ചവൻ്റെ ഒരു ഇതാണ്. അല്ലാതെ ഭർത്താക്കന്മാരെ മാറി മാറി എടുക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു വേറെ ഒരു തരത്തിലുള്ളത്. ഇങ്ങനത്തെ ഉള്ള അംഗവൈകല്യം അല്ലെങ്കിൽ പടച്ചവന് ഒരേ നമുക്ക് കുറവുകളൊക്കെ തരുന്നത്, അത് ഒരു പരീക്ഷണം, അതൊക്കെയാണ് വേണ്ടത്. അങ്ങനെയൊക്കെയാണ് പറയാം. പക്ഷേ ഇവള് ഇത് ഈ 4 ഭർത്താക്കന്മാരെയും കൊണ്ട് നടക്കുന്നത് ഇവള് വലിയൊരു കഴിവായിട്ടാണ് കാണുന്നത്. എനിക്ക് 35 വയസ്സുള്ളൂ. 35 വയസ്സിൽ 4 ഭർത്താക്കന്മാരെ കൊണ്ട് നടക്കുന്നത് എത്ര വലിയ കഴിവാണെന്നറിയോ? ഒരു സാധാരണ ഒരു സ്ത്രീക്ക് ഒരു ഭർത്താവിൽ നിന്ന്, പ്രത്യേകിച്ചും ആ ഭർത്താവിൽ നിന്ന് നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടായി നമ്മൾ അവരെ ഡൈവോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 10,000 പ്രാവശ്യമെങ്കിലും ഒരു സ്ത്രീ, ഒരു നല്ല മാന്യതയുള്ള സ്ത്രീ 100 വട്ടം മക്കൾക്ക് വേണ്ടി ചിന്തിക്കും ഇനിയൊരു വിവാഹം വേണോ എന്ന്. പിന്നെ ഒന്നുമില്ല, ഒരു നമ്മൾ മനസ്സിലാക്കുന്ന വേറൊരാൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അവരെ സ്വീകരിച്ചെന്നിരിക്കും, പറയാൻ പറ്റില്ല. പക്ഷെ ഇവളങ്ങനെയല്ല. 4 ഭർത്താക്കന്മാരെയും ഇവളാണ് ഉപേക്ഷിച്ചിരിക്കുന്നത്.
ഇവൾ ഉപേക്ഷിച്ചിട്ട് എന്താണ് ഇവൾക്ക് അവരെ മതിയാവുന്നില്ല. കാരണം അവൾ ഗർഭിണിയായി കഴിഞ്ഞാൽ അവൾക്ക് ആ ഭർത്താവ് വേണ്ട. പിന്നെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൾക്ക് 4 ഭർത്താക്കന്മാരെയും കിട്ടിയേക്കുന്നത് കള്ളുടിയന്മാരായിരുന്നു. അപ്പോൾ ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി, ഈ 4 കള്ളുടിയന്മാരിൽ നിന്ന് ഇവൾക്ക് കിട്ടിയ ബുദ്ധിമുട്ടുകൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ ചൂടുവെള്ളത്തിൽ വീണ പൂച്ച പച്ചവെള്ളം കണ്ടാലും പേടിക്കും എന്നാണ് ചൊല്ല്. പക്ഷേ ഇവള് പിന്നെയും ഈ ചൂടുവെള്ളത്തിലേക്ക് എടുത്ത് ചാടുകയാണ്. അപ്പോൾ ആരിലാണ് തെറ്റ് എന്ന് നമുക്ക് സാധാരണയായിട്ട് ചിന്തിച്ച് നോക്കാവുന്നതുള്ളൂ. ഇപ്പോൾ വേറെ ഒരു 4ാമത്തെ കെട്ടും വെറും കള്ളുടിയാനായിട്ടുള്ള ഒരാഴ്ച മുമ്പ് വരെ അയാളെ പറ്റി കുറ്റം പറഞ്ഞിട്ടാണ്. കാരണം നമുക്കൊന്നൊരു പബ്ലിക്കിൻ്റെ മുന്നിൽ ഇരുന്നിട്ട് നമുക്കൊന്ന് നമ്മളെ വീഡിയോ ഒന്ന് ഓപ്പൺ ആക്കി നോക്കാൻ പറ്റില്ല, യൂട്യൂബ് ഒന്നും ഓപ്പൺ ആക്കി നോക്കാൻ പറ്റില്ല. കാരണം വരുന്നത് തെറികളുടെ അഭിഷേകമാണ്. രാവും പകലും ഉറങ്ങുന്ന നേരത്തായാലും നമ്മൊന്ന് ജസ്റ്റ് ഒന്ന് ഫോൺ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇവളുടെ വീഡിയോസാണ് വരുന്നത്. നമുക്ക് കാണണ്ട എന്ന് വിചാരിച്ചാൽ പോലും പിന്നെയും റെക്കമെൻഡ് വരുന്നത് ഇവളെ പോലെയുള്ള വീഡിയോസ് തന്നെയാണ്. എന്തായാലും ഇപ്പോൾ ഈ ഷെഫീനത്താടെ വീട്ടിൽ പോയി ചെയ്തേക്കണം ഇവള് ഭയങ്കരമായ അപരാധം തന്നെയാണ്. കാരണം അവർ താമസിക്കാത്തൊരു വീടാണ്. ഇതിനു മുമ്പും ആ വീടിനെ പറ്റി ഇതിനെപ്പറ്റി മറച്ചൊന്നും വെച്ചിട്ടില്ല. കാരണം ആ വീട് അവർ വീഡിയോ എടുത്ത് ഇതൊന്നും ഇവള് കണ്ടിട്ടില്ല എന്നാണ്. ഇവള് ഈ വീഡിയോ ഒന്നും കാണാതെ ഇവള് പോയിരുന്നിട്ട് ആ വീട്ടിൽ പോയിട്ട് ആ വീടിൻ്റെ ബാത്റൂം അല്ലെങ്കിൽ അതിൻ്റെ വീടിൻ്റെ ഉള്ളിൽ അതിക്രമിച്ച് കയറിയിട്ട് ഓരോ വീഡിയോ അവളും അവളുടെ ഭർത്താവും ഇട്ടാ. എന്തായാലും അത് ചെയ്തത് വലിയ കാര്യമാണെന്നാണ് ഇവളുടെ തെറ്റ്, ഇവളുടെ ഒരു കണ്ടുപിടുത്തം. പക്ഷെ സിംഹത്തിൻ്റെ മടയിൽ പോയിട്ടാണ് അവൾ ആ തല വെച്ച് കൊടുത്തേക്കുന്നത്. എന്തായാലും ഇതിനുള്ളത് അവൾക്ക് കിട്ടുക തന്നെ ചെയ്യും, അത് ഉറപ്പാണ്. പിന്നെ ഇവള് ഈ സമൂഹത്തിന് വേണ്ടിയിട്ട് എന്ത് കാര്യമാണ് ഇവള് ഇടക്കിടക്ക് പറയുന്നുണ്ട്, ഞാൻ വലിയ ഫാമിലി വ്ളോഗറാണ്. ഫാമിലി വ്ളോഗർ എന്ത് ഫാമിലി വ്ളോഗർ? ആരാണ് ഇവളെ ഫാമിലി വ്ളോഗർ എന്ന് പറയുന്നത്? ഇവളുടെ തന്നെ പരാതികളും വിഷമങ്ങളും ഇവള് കുറേ നാൾ ഒരു 1-2 കൊല്ലത്തിന് മുമ്പ് വിളിച്ചിട്ട് എനിക്ക് വീടില്ല എന്ന് പറഞ്ഞ് കരഞ്ഞ്. അത് കഴിഞ്ഞ് പിന്നെ ഇവളുടെ ഉമ്മാനെയും വാപ്പാനെയും കുറ്റം പറഞ്ഞ്, പിന്നെ അത് കഴിഞ്ഞിട്ട് അവൾ ഭർത്താവിനെ കുറ്റം പറഞ്ഞുകൊണ്ട് ആദ്യത്തെ ഭർത്താവിനെ പറ്റി കുറ്റം പറഞ്ഞുകൊണ്ട് വന്ന്, പിന്നെ സ്വന്തം മകളെ പോലും അവൾ കുറ്റം പറയാത്ത ഒരു ദിവസമില്ല. സ്വന്തം മകളെ പോലും എന്തെല്ലാം വേണ്ട ദീനങ്ങളാണ് പറയുന്നത്. അപ്പോൾ ഇതൊന്നുമല്ല. കാരണം അങ്ങനത്തെ ഒരു സ്ത്രീ എന്ത് പറയുക, അതിനെ ഒന്നിനെ പോലും ഉപമിക്കാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു പരട്ട ഒരു സ്ത്രീയാണ്. ഇപ്പം 4ാമത്തെ ഭർത്താവിനെയും കൊണ്ടുവന്നിട്ട് ഇവള് പറയുന്നുണ്ട് ഷെഫീനത്തെ ഡ്രൈവറേയും വെച്ചുകൊണ്ട് വീഡിയോ എടുക്കാൻ കാറിൽ നടക്കുന്നത്. ഇവളപ്പോൾ എന്തൊട്ടാണ് ചെയ്യണത്? ഇവള് വെറും ഡ്രൈവർ, ഇവളുടെ ഭർത്താവിനെ ഡ്രൈവർ. കാരണം രാവും പകൽ ഇവള് കാറിലുണ്ടാവും. ഇവള് എവിടേക്കെങ്കിലും പോയിക്കോട്ടെ, അവളെ പെട്രോൾ അവളെ കാശ് അതല്ല. പക്ഷെ മറ്റുള്ളവർ കുറ്റം പറയാൻ ഇവൾക്ക് എന്താണ് അധികാരം? കാരണം ഇവളിങ്ങനെ ഡ്രൈവറെ ഷെഫീനത്ത എനിക്ക് എൻ്റെ അറിവിലില്ല ഷെഫീനത്താക്ക് ഡ്രൈവറുള്ളത്. കാരണം അവർക്ക് 2 ആൺകുട്ടികളാണ്. ആൺകുട്ടികൾ ഇല്ലാത്തപ്പോഴും ആയിത്ത തന്നെയാണ് തന്നെ വണ്ടി ഓടിച്ചിട്ട് പോണത്. ഇപ്പം അവളുടെ വീട്ടിൽ ചെന്നെന്ന് പറയണ്ടല്ല, അത് ഒരു നോമ്പിന് ഇവളുടെ വീട്ടിൽ പോയിട്ട് ആ സ്ത്രീ പുറത്ത് പോലും ഇറങ്ങിയിട്ടില്ല. ആ കുട്ടികൾക്ക് എന്തോ കൊടുത്തിട്ട് വരികയാണ് ചെയ്തത്. ആ ഒരു വീഡിയോ പോലും അതിന് പുറത്ത് വന്നിട്ടില്ല. ഇവള് തന്നെയാണ് ഷെഫീനത്ത് എൻ്റെ വീട്ടിൽ വന്നു പറഞ്ഞ് ഇവളുടെ ചാനലിൽ കൂടെ വീഡിയോ പുറത്ത് വിട്ടത്. അല്ലാതെ പോലും ഷെഫീനത്ത് അവളുടെ വീട്ടിൽ കയറിയിട്ടൊന്നും അതിക്രമം കാണിച്ചിട്ടില്ല. അങ്ങനെ കാണിക്കുകയാണെങ്കിൽ അവർക്ക് 1.5 കൊല്ലം മുമ്പ് ചെയ്യായിരുന്നു. ഇപ്പോൾ അവൾ ചെയ്തേക്കണ കാര്യം എന്താണ്? അവളുടെ ഉമ്മയുടെ വീട്ടിൽ അതേപോലെ തന്നെ അവളുടെ ഭർത്താവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊടും ക്രിമിനലാണെന്ന് അവൾ തന്നെ പറയണ്ടേ. MDMA കഞ്ചാവ് അതുപോലെ കുടിച്ചിട്ട് നമ്മൾ ഓരോ വീഡിയോസും കണ്ടിട്ടുണ്ട്. നമ്മൾ പബ്ലിക്കിന് മുന്നിൽ ഇപ്പോഴും കിടക്കുന്നുണ്ട് ആ വീഡിയോസൊക്കെ. അപ്പോൾ ആ ഒരു കള്ളു കുടിച്ചിട്ടുള്ള കാട്ടായങ്ങൾ സ്വന്തം മക്കളെ പോലും ബുദ്ധിമുട്ടിക്കുന്ന അല്ലെങ്കിൽ ക്രൂരമായി മർദ്ദനത്തിന് ഇടയാക്കിയെന്ന് അവള് വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. അങ്ങനത്തെ ഒരാൾ ഇപ്പോൾ ഷെഫീനത്താടെ ആങ്ങളെ പറ്റി ഭീഷണിപ്പെടുത്തുന്നുണ്ട്. നിനക്ക് ഷെഫീനെ ഞാൻ കാണിച്ചു തരാം, നിൻ്റെ ആങ്ങളെ ഞാൻ കാണിച്ചു തരാം. കാരണം ചിലപ്പോൾ ആങ്ങളുടെ ഭാര്യനായിട്ടുണ്ടാകുമ്പോൾ നോട്ടം വെച്ചേക്കണം. കാരണം ഇവിടുന്ന് പ്രത്യേകിച്ച് സ്ത്രീകളെയാണ് നോട്ടം വെക്കുന്നത്. അപ്പം എൻ്റെ വീടിൻ്റെ അടുത്താണ് നിൻ്റെ ആങ്ങളുടെ ഭാര്യ വീടെന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് ഭീഷണിപ്പെടുത്തുന്നുണ്ട്. എൻ്റെ കൂട്ടുകാരന്മാർ അവിടെ ചുറ്റിനുണ്ടെന്ന്. അപ്പോൾ എന്തെങ്കിലും സംഭവിക്കുന്നതിന് മുമ്പേ എന്തായാലും ഈ എല്ലാവരും കൂടി ഇതിന് ഒരു ആക്ഷൻ എടുക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം ഇങ്ങനെയുള്ള ക്രിമിനൽസ് ഓരോ വീട് ഇങ്ങനെ കയറി ഇറങ്ങി ഓരോരുത്തരെ ബുദ്ധിമുട്ടിക്കുമ്പോൾ ഇനിയും ഇതൊക്കെ കണ്ടിട്ട് ഓരോരുത്തർ ഞങ്ങൾക്ക് അവർ ചെയ്യുന്നുണ്ട്, അപ്പോൾ പിന്നെ ഞങ്ങൾക്ക് ചെയ്താൽ എന്തേന്നൊരു തോന്നൽ വരും. ആ ഒരു തോന്നിച്ച ഇതോടുകൂടി അവസാനിപ്പിച്ച് കൊടുക്കണം. ഇനിയൊന്നും നമ്മുടെ നാട്ടിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ സംഭവിക്കാതിരിക്കാൻ, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ഫാമിലി വന്ന് നമ്മളുടെ വീടുകളിലൊക്കെ ഇങ്ങനെ കയറി അതിക്രമിച്ച് കയറാതിരിക്കാനായിട്ട് എന്തായാലും ഒരു നീതി ഇവിടെ നടപ്പാവണം എന്നാണ് എൻ്റെ ഒരു റിക്വസ്റ്റ്. എന്തായാലും ഷെഫീനത്താനോട് ചെയ്ത ഈ ഒരു അതിക്രമത്തിനെ കുറിച്ച് നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ എന്തായാലും രേഖപ്പെടുത്തണം. അതേപോലെ തന്നെ ഇവളുടെ വീഡിയോ ഈ എല്ലാവരും റിപ്പോർട്ട് അടിച്ച് കളയാണ് വേണ്ടത്, സ്ട്രൈക്ക് കൊടുക്കുകയാണ് വേണ്ടത്. ഇവൾക്ക് എന്ത് സ്ട്രൈക്ക് കൊടുത്താലും ഇവൾക്ക് നോ പ്രോബ്ലം എന്ന മട്ടിൽ ജീവിക്കുന്നവളാണ്. ഇവൾക്ക് അതൊന്നും പ്രശ്നമല്ല.
ഇവളതിൻ്റെ ഇടയിൽ പറയുന്നുണ്ട് ഷെഫീനത്താടെ വീടിനെ പറ്റിയിട്ട്. ഷെഫീനത്ത അധ്വാനിച്ചുണ്ടാക്കിയ വീടാണത്. ഇപ്പോഴും ഷെഫീനത്താക്ക് അവൾ പറയുന്നുണ്ടല്ലോ കൈയില്ല കാലില്ല എന്നൊക്കെ പറയും, അരക്ക് കീപ്പോട്ടില്ല എന്ന്. ആ താര മുന്നിലും കൈ നീട്ടിയിട്ട് എനിക്ക് വീട് വേണം, ആയിത്താക്കൊക്കെ ആരെങ്കിലും എനിക്ക് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും അവരെ സ്നേഹിക്കുന്ന ആളുകൾ അവർക്ക് വീട് വെച്ച് കൊടുക്കും. പക്ഷെ അവർ ചോദിച്ചിട്ടില്ല. നിന്നെ പോലെ അധം പതിച്ചൊരിതല്ല. അവർ ആൺമക്കളെ നല്ല രീതിയിൽ നല്ല വിദ്യാഭ്യാസം കൊടുത്ത് വളർത്തുന്ന ഒരു ഉമ്മയാണ്. ഇപ്പം നിന്നെയൊക്കെ എന്നിട്ട് റിയാക്ട് ചെയ്യുന്നുണ്ടല്ലോ, നീയൊക്കെ കാട്ടിക്കൂട്ടുന്നതിനാണ് ഇവർ റിയാക്ട് ചെയ്യുന്നത്. അല്ലാണ്ട് നിന്നെ പോലെയുള്ള കാര്യങ്ങളൊക്കെ നീ നിൻ്റെ മക്കളെ ചെയ്യുന്നതും 4-5 കല്യാണം കഴിച്ചിട്ട് ഇങ്ങനെ പബ്ലിക്കിൻ്റെ മുന്നിൽ വന്നിരുന്നിട്ട് പാട്ട് പാടുന്നതും ഡാൻസ് കളിക്കുന്നതും എല്ലാവരും ഞങ്ങൾ കൈയടിച്ചിരുന്ന് പ്രോത്സാഹിപ്പിക്കണം. എന്നിട്ട് ഞങ്ങൾ അതൊക്കെ കണ്ടിട്ട് നിനക്ക് പൈസ ഉണ്ടാക്കി തരണം. സാധാരണയുള്ള സ്ത്രീകൾ ഇങ്ങനെയൊക്കെയാണ് ചെയ്യുക. അവർക്ക് നല്ല നട്ടലുണ്ട്, അതുകൊണ്ടാണ് നിനക്കതില്ല, നിൻ്റെ ഭർത്താവിനില്ല. നീ പറയുന്നുണ്ടല്ലോ നിനക്ക് മീശയുള്ള ഭർത്താവുണ്ടെന്ന്. നിനക്ക് മീശ മാത്രമേ ഉള്ളൂ, അവന് നട്ടലില്ല. അവന് നട്ടലുണ്ടെങ്കിൽ നിന്നെയും കൊണ്ട് നിൻ്റെ വയറ്റിലൊരു കുഞ്ഞുണ്ടെന്നുള്ളൊരു ഓർമ്മ പോലും ഇല്ലാണ്ട് ആ ഒരു നിന്നെയും കൊണ്ട് ആ മോന്തി നേരത്ത് അയാളിങ്ങനെ ചുറ്റിക്കറങ്ങില്ലായിരുന്നു. അയാൾക്കൊരു നട്ടലുള്ള ഭർത്താവാണെങ്കിൽ നിന്നെ വീട്ടിലിരുത്തിയാനായിരുന്നു. നിന്നെ അങ്ങനെയല്ല, ഇവന് മീശ മാത്രമേ ഉള്ളൂ. നീ പറയുന്നുണ്ടല്ലോ മീശ മാത്രമുള്ളൂ നജില നിൻ്റെ ഭർത്താവിന്, വേറെ ഒന്നും ഇല്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എന്തായാലും എൻ്റെ വീഡിയോ കാണുന്ന ആളുകളും അത് പറയാം. അവന് മീശ മാത്രമാണോ നട്ടല് കൂടിയുണ്ടോന്ന്. അവന് വെറുതെ ആൾക്കാരെ ഭീഷണിപ്പെടുത്താൻ മാത്രം. ഇതോടുകൂടി അവൻ്റെ ഭീഷണികളൊക്കെ കഴിയുമെന്നാണ് തോന്നുന്നത്. അവൻ്റെ അവസാനത്തെ ഭീഷണിയാവാനാണ് ഒരു ചാൻസ്. എന്തായാലും ഷെഫീനത്ത് ഇതിനെപ്പറ്റി ഒരു വീഡിയോ ഇടുന്നതായിരിക്കും. ചിലപ്പോൾ അവരത് മൈൻഡ് ചെയ്യാതെ പോകും, ചിലപ്പോൾ അവർ കേസും കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോവുള്ളൂ. അവരെ വീട്ടിലിങ്ങി വിലപിടിപ്പുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊന്നും നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അതൊക്കെ അവരെടുത്തോണ്ട് പോയിട്ടുണ്ടെങ്കിൽ ഇതിനാര് ഉത്തരം പറയും? എന്തായാലും നീ എന്തായാലും നല്ല കാര്യമാണ് ചെയ്തത്. നിനക്ക് എന്തോ വരാനിരിക്കുന്നുണ്ട്, എന്തോ സുനാമിയാ അല്ലെങ്കിൽ ഏതോ ഒരു വെള്ളപ്പൊക്കോ ഭൂകമ്പോ ഒക്കെ എന്തോ ലോകത്തിൻ്റെ അറ്റത്തൊക്കെ നടക്കുന്നുണ്ടല്ലേ, അതേപോലെ ഏതോ ഒരു മഹാമാരി നിനക്ക് വരാനുണ്ട് നിച്ചില്ല. അതുകൊണ്ടാണ് നീ ഇങ്ങനെയെല്ലാം കാട്ടിക്കൂട്ടുന്നത്. ഒരു കുഞ്ഞു വയറ്റിലുണ്ടെന്ന് പോലും ചിന്തിക്കാതെ നീ കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങൾ കണ്ട് രസിക്കുന്ന നിൻ്റെ കമൻറ്റ് ബോക്സിൽ ഏതെങ്കിലും ഒരാൾ ഒരു നല്ല കമൻറ്റ് ഇടുന്നു, അതുപോലും നിനക്ക് ശ്രദ്ധിക്കായിരുന്നല്ല. നീ ഈ പറഞ്ഞിട്ട് നെഗറ്റീവ് വെച്ചിട്ട് നീ നിൻ്റെ മക്കൾക്ക് ഇങ്ങനെ തിന്നാൻ കൊടുത്തിട്ട് നിനക്ക് എന്ത് കാര്യമുണ്ട്? നാണം കെട്ടവളെ, അങ്ങനെ തന്നെയല്ലേ പറയണത്. പിന്നെ നീ അതിൻ്റെ ഇടയിൽ പറയുന്നുണ്ട് രേണുസുദിനെ വിറ്റ് ജീവിച്ചെന്ന്. രേണുസുദിനെ വിറ്റ് ജീവിച്ചിട്ടുണ്ടെങ്കിൽ അതാവും രേണുസുദി ആയിക്കോളൂ, നീ അതിൽ ഇടപെടേണ്ട കാര്യമില്ല. മനസ്സിലായ? എന്തായാലും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് മുഖേന അറിയിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ വരുന്നവരെ എല്ലാവർക്കും